ഹായ് എവരി വൺ, നമുക്ക് സെർച്ച് BST എന്ന് പറഞ്ഞ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഇൻപുട്ടായിട്ട് ഒരു കീ തന്നിട്ടുണ്ടാകും. ഈ കീ ബൈനറി സെർച്ച് ട്രീയിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഉണ്ടെങ്കിൽ ആ കീ ഉള്ള നോഡ് നമ്മൾ റിട്ടേൺ ചെയ്യണം. കീ ബൈനറി സെർച്ച് ട്രീയിൽ ഇല്ലെങ്കിൽ നണ്ണ് റിട്ടേൺ ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. കീ ഈക്വൽ ടു 3 ഈ ബൈനറി സെർച്ച് ട്രീയിൽ ഉണ്ട്. അന്നേരം നമ്മൾ കീ ഉള്ള ആ നോഡ് റിട്ടേൺ ചെയ്യും. കീ ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ കീ ഈ ബൈനറി സെർച്ച് ട്രീയിൽ ഇല്ല. അന്നേരം നമ്മൾ നണ്ണ് റിട്ടേൺ ചെയ്യും. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കീ ഈക്വൽ ടു 3 ബൈനറി സെർച്ച് ട്രീയിൽ ഉണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കിവിടെ മെയിൻലി 3 കേസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കീ ഈക്വൽ ടു നോഡ്സ് വാല്യൂ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ നോഡിനെ റിട്ടേൺ ചെയ്യും. കീ ഗ്രേറ്റർ ദാൻ നോഡ്സ് വാല്യൂ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കീ എവിടെ ആയിരിക്കും? ആ നോഡിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കില്ലേ? അന്നേരം നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യും. കീ ലെസ് ദാൻ നോഡ്സ് വാല്യൂ, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കീ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. ആ നോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മുടെ കീ ഉണ്ടായിരിക്കുക. നമ്മുടെ കീ 3 ആണ്. 4 ഈക്വൽ ടു 3 അല്ല, 4 ഗ്രേറ്റർ ദാൻ 3 ആണ്. അന്നേരം 3 എവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക? ലെഫ്റ്റ് സൈഡിലായിരിക്കില്ലേ? അന്നേരം നമ്മുടെ പോയിന്ററിനെ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും. 2 ലെസ് ദാൻ 3 അല്ലേ? അന്നേരം നമ്മുടെ കീ എവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക? 2ന്റെ റൈറ്റ് സൈഡിലായിരിക്കില്ലേ? നമ്മളിപ്പം ഈ 3യിലാണ് നിൽക്കുന്നത്. 3 ഈക്വൽ ടു 3. അന്നേരം നമ്മൾ ഈ 3യെ റിട്ടേൺ ചെയ്യും. ആ നോഡിനെ നമ്മൾ റിട്ടേൺ ചെയ്യും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. കീ 5 ആണെന്ന് വിചാരിച്ചോ. കീ ഈക്വൽ ടു 5. ആദ്യം നമ്മൾ ഈ 4ഉമായിട്ട് കമ്പയർ ചെയ്തു. അന്നേരം നമ്മുടെ കീ ഗ്രേറ്റർ ദാൻ 4 ആണ്. കീ ഗ്രേറ്റർ ദാൻ 4 ആകുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. കീ 5 ആയിരുന്നു. 5 ലെസ് ദാൻ 7 ആണ്. അന്നേരം ഈ 7ന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ ഒന്നുമില്ല. അന്നേരം നമ്മൾ നണ്ണ് റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ കോഡ് നോക്കാം. ഡെഫ് സെർച്ച് BST റൂട്ട് കീ current equal to root. While current, if key less than current dot value, current equal to current dot left. നമ്മുടെ കീ ഇപ്പം നിൽക്കുന്ന നോഡിൻ്റെ വാല്യൂവിനേക്കാളും കുറവാണ്. അന്നേരം നമ്മൾ ആ നോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. if key greater than current dot value, current equal to current dot right. കീ നമ്മളിപ്പോൾ നിൽക്കുന്ന ആ നോഡിൻ്റെ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. എൽസ് കീയുടെ വാല്യൂ കറണ്ട് വാല്യൂ ആയിട്ട് ഈക്വൽ ആണ്. അന്നേരം ബ്രേക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ കറണ്ടിനെ റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് H ആണ്, ഓർഡർ ഓഫ് ഹൈറ്റ് ഓഫ് ദ ട്രീ. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1. ഇവിടെ ഞാൻ കറണ്ട് ഈക്വൽ ടു റൂട്ടിൽ അസൈൻ ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി കറണ്ടിന് പകരം റൂട്ട് യൂസ് ചെയ്യുക. വൈൽ റൂട്ട് ഇഫ് കീ ലെസ് ദാൻ റൂട്ട് ഡോട്ട് വാൽ റൂട്ട് ഈക്വൽ ടു റൂട്ട് ഡോട്ട് ലെഫ്റ്റ്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ കോഡ് വേണമെങ്കിൽ എഴുതാം.